ഹരേ കൃഷ്ണ. ഇന്ന് തിരുവാറന്മുളയിലെ ഒരു ചരിത്രവുമായാണ് ഈ വീഡിയോ. ഈ ചരിത്രം പരിസര പ്രദേശത്തുള്ളവർക്ക് സുപരിചിതമാണ്. എന്നാൽ ദൂരദിക്കിൽ നിന്നും അറിയാതെ തിരുവാറന്മുളയപ്പന്റെ ദർശനത്തിനായി എത്തുന്ന ഭക്തർക്കായി 18-ാം പടി കയറി കിഴക്കേ ഗോപുരത്തിൽ കൂടി പ്രവേശിക്കുമ്പോൾ ഇടത്തെ പകുതിയിൽ തെക്കുപടിഞ്ഞാറേ മൂലയിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു വലിയ മണി കാണാൻ സാധിക്കും. ചരിത്ര പ്രസിദ്ധമായ ഒരു മണി. ഈ മണി ഒരു പള്ളിയുടെ മണിയാണ്. ഇതിവിടെ കൊണ്ടുവന്നത് തിരുവാറന്മുളയപ്പന്റെ സ്വന്തം ഗജവീരനായ വലിയ ബാലകൃഷ്ണൻ എന്ന ആനയാണ്. വലിയ ബാലകൃഷ്ണൻ എങ്ങനെ ആറന്മുളയപ്പന്റെ മണ്ണിലെത്തി എന്ന ചരിത്രം കേൾക്കാം. മുറജപം എന്ന് കേട്ടിരിക്കുമല്ലോ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉത്സവമാണ്. ഈ ചടങ്ങിലെ സദ്യയ്ക്കായി വറുത്തരിശ്ശേരി ഉണ്ടാക്കുവാൻ കാർത്തിക തിരുനാൾ മഹാരാജാവ് ആറന്മുള വാസികളെ ക്ഷണിച്ചു. അങ്ങനെ മുറജപത്തിനായി ഒരുങ്ങിയ സദ്യയിൽ ആറന്മുളക്കാരുടെ വറുത്തരിശ്ശേരി വിളമ്പി. മഹാരാജാവ് തിരുമനസിന്റെ നാവിലും മുറജപത്തിൽ പങ്കെടുത്ത ഭക്തജനങ്ങളുടെ നാവിലും അമൃതായി എരിശ്ശേരി. മുറജപം കഴിഞ്ഞ തിരുമനസ് ധാരാളം സമ്മാനങ്ങളും കൈനിറയെ പണവും ഒപ്പം ഒരു ഗജവീരനെ കൂടി നൽകി. അവനാണ് വലിയ ബാലകൃഷ്ണൻ എന്ന ആന. വലിയ ബാലകൃഷ്ണനെയും കൂട്ടി ആറന്മുള വാസികൾ ആറന്മുള ക്ഷേത്രത്തിൽ തിരിച്ചെത്തുകയും ആറന്മുള ക്ഷേത്രത്തിൽ നടക്കിരുത്തുകയും ചെയ്തു. ഭഗവാനും ദേശക്കാർക്കും പ്രിയനായ വലിയ ബാലകൃഷ്ണന്റെ കീർത്തി എല്ലായിടവും പരന്നു. തിരുവാറന്മുളയപ്പന്റെ ഹിതാഹിതങ്ങൾ തിരിച്ചറിയുന്നവനായിരുന്നു വലിയ ബാലകൃഷ്ണൻ. ഒരിക്കൽ ആറന്മുള ക്ഷേത്രത്തിൽ ദീപാരാധന നടക്കുന്ന സമയം ഒരു മണിനാഥം കേൾക്കാം. ആ ദീപാരാധന സമയത്തുള്ള ഈ മണിനാഥം തികച്ചും അസ്വസ്ഥമായിരുന്നു. വലിയ ബാലകൃഷ്ണനെയും ഇത് അസ്വസ്ഥനാക്കി. ഈ മണിനാഥത്തിന്റെ ഉറവിടം തേടി വലിയ ബാലകൃഷ്ണൻ പമ്പാ നദി നീന്തി വടക്കേ കരയിലെത്തി. തിരുവാറന്മുള ക്ഷേത്രത്തിന് മണ്ണിട്ട് കിളത്താൻ മണ്ണെടുത്ത സ്ഥലമാണ് മാരാമൺ. മാരാമൺ കരയിൽ ഒരു വലിയ പള്ളി. ആ വലിയ പള്ളിയിൽ നിന്നുമായിരുന്നു മണിനാഥം കേട്ടതെന്ന് വലിയ ബാലകൃഷ്ണന് മനസ്സിലായി. മണി ബന്ധിപ്പിച്ചിരിക്കുന്നതായ ആ വലിയ വടം വലിച്ചു പൊട്ടിക്കുകയും തുമ്പിക്കൈയിൽ ചുരുട്ടിയെടുത്ത് പമ്പാനദി തിരിച്ച് നീന്തി തിരുവാറന്മുളയപ്പന്റെ കൊടിമര ചുവട്ടിൽ കൊണ്ടുവച്ചു. ആ മണി പള്ളിയിലെ ആളുകൾ തിരുവാറന്മുളയിലേക്കാണ് ആന പോയതെന്ന് മനസ്സിലാക്കി അവർ അവിടെ എത്തുകയും കൊടിമര ചുവട്ടിൽ മണി ഇരിക്കുന്നത് കാണുകയും ചെയ്തു. ഒരു പരിഭവവും പള്ളി അധികാരികൾ കാണിച്ചില്ല. മണി അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ചു. സഹകരണ മനോഭാവത്തോടുകൂടിയുള്ള ഈ തീരുമാനം എത്ര വർണ്ണിച്ചാലും മതിയാവുകയുമില്ല. പിന്നീട് ക്ഷേത്രം വക മണിക്കുള്ള പണം നൽകുകയും ചെയ്തു. അങ്ങനെ ആ മണി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിൽ സ്ഥാപിച്ചു.